إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യണമെന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് അവനു മാത്രം ഇബാദത്ത് ചെയ്യുവാനാണ് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. സൃഷ്ടികളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ഉബൂദിയ്യത്തിൽ, അടിമത്വത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരായിരിക്കുക എന്ന കാര്യമാണ്. വഅ്ബുദൂഹു വഷ്കുറൂ ലഹു വഇലൈഹി തുർജഊൻ. സൂറത്തുൽ അൻകബൂത്തിൽ അങ്ങനെ കാണാം. നിങ്ങൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം, നിങ്ങൾ അവനോട് നന്ദി കാണിക്കുകയും വേണം. അപ്പോൾ ഇബാദത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു മേഖലയാണ് നന്ദിപൂർവം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നത്. വഷ്കുറൂ നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അല്ലാഹുവിനാണ് ഇബാദത്ത് ചെയ്യുന്നതെങ്കിൽ അല്ലാഹു ചെയ്തു തരുന്ന നിഅമത്തുകളോട് നിങ്ങൾ നന്ദി കാണിക്കണം. അപ്പോൾ മുവഹിദുകളുടെ, തൗഹീദുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമാണ് അള്ളാഹുവിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കുക എന്നത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും നന്ദി കെട്ടവരാണ്, നന്ദി കാണിക്കുന്നവർ കുറച്ചു മാത്രമേ ഉള്ളൂ. വഖലീലും മിൻ ഇബാദിയ ശകൂർ. നന്ദി കാണിക്കുന്ന എൻ്റെ അടിമകൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദുൻ. നിശ്ചയം മനുഷ്യൻ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം അല്ലാഹുവിൽ വിശ്വസിക്കുകയും അവന് ഇബാദത്ത് ചെയ്യുകയും ചെയ്യുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ നിഅമത്തുകൾക്കും നന്ദി കാണിക്കുന്ന ആളുകളായി നാം മാറേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിഅമത്തിനും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച നിഅമത്തുകൾക്കും നിങ്ങളുടെ പൂർവ്വതലമുറ അനുഭവിച്ച നിഅമത്തുകൾക്ക് വരെ നിങ്ങൾ നന്ദി കാണിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ബനൂ ഇസ്രായേലരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, യാ ബനീ ഇസ്രായീല ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും വ അന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ബനൂ ഇസ്രായേലരെ, നിങ്ങൾക്ക് നാം ചെയ്തു തന്ന നിഅമത്തുകളെ നിങ്ങൾ ഓർക്കണം. എപ്പോൾ? മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ. എന്നാൽ ഇത് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേലരോടാണ്. അപ്പോൾ പൂർവ്വതലമുറയിൽ നിങ്ങളുടെ പൂർവ്വതലമുറ അനുഭവിച്ച നിഅമത്തുകൾക്ക് വരെ നന്ദി കാണിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. വിശ്വാസികളെ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ നിങ്ങൾ ഓർത്തെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു നിഅമത്ത് ലഭിക്കുമ്പോൾ മാത്രമല്ല, കഴിഞ്ഞു പോയ നിഅമത്തുകൾ വരെ ഓർത്തെടുത്തുകൊണ്ട് അതിന് നന്ദി കാണിക്കുവാനും അതിനെ ഓർക്കുവാനും നമ്മൾ തയ്യാറാവണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന നിഅമത്തുകളെ നിങ്ങൾ പറയണം, പ്രഖ്യാപിക്കണം അവസരങ്ങൾ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ. അതേപോലെ തന്നെ സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ ലയർദാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ
ഔ യശ്റബു ശർബത ഫയഹ്മദുഹു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയെ തൃപ്തിപ്പെടും എപ്പോൾ? എന്തൊരു ഭക്ഷണം കഴിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയുക, ഏതൊരു വെള്ളം കുടിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയുക. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും വെള്ളം കുടിച്ചാലും അതേപോലെയുള്ള നിഅമത്തുകൾ ലഭിക്കുമ്പോഴും അതിനോട് നന്ദി കാണിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും എന്നാണ്. നമ്മുടെ പ്രാർത്ഥനകൾ പോലും അതാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. അല്ലാഹുവേ, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്കും, അത് മാത്രമല്ല എൻ്റെ മാതാപിതാക്കൾക്ക്, അവർ ജീവിച്ചിരുന്നാലും ശരി മരിച്ചുപോയവരാണെങ്കിലും ശരി, അവർക്കും നീ ചെയ്തു കൊടുത്ത നിഅമത്തിന് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രേരണ നൽകണം. അപ്പോൾ നമ്മളുടെ പിതാക്കന്മാർക്ക് ലഭിച്ച നിഅമത്തുകൾക്ക് പോലും നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. അപ്രകാരം നന്ദിയുള്ള അടിമകളായി വിശ്വാസികൾ മാറണം. ഉബൂദിയ്യത്തിൻ്റെ, അടിമത്വത്തിൻ്റെ, അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് നന്ദി പ്രകടനം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നന്ദിയുള്ളവരായി നമ്മൾ ജീവിച്ചാൽ ലഇൻ ശകർതും ലഅസീദന്നകും, അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി വർദ്ധിപ്പിച്ചു തരും. മതപരവും ഭൗതികവുമായ നിഅമത്തുകളിലെ വർധനവുണ്ടാകുന്നത് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുമ്പോഴാണ്. ഈ കാര്യം നാം ഓർക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തുകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചില അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നമുക്ക് ഇട്ടുതരും. ചില അവസരങ്ങൾ, ആ അവസരങ്ങളെ കൃത്യസമയത്ത് ഉപയോഗപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കൂ, ജീവിതത്തിലുടനീളം തിന്മ ചെയ്ത് ജീവിച്ചൊരു വ്യക്തി, ദാഹിച്ചു വലഞ്ഞ ഒരു നായയെ അല്ലാഹു സുബ്ഹാനഹു തആല വ്യക്തിയുടെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്തിനാണത്? അതൊരവസരമാണ്, അതൊരു ചാൻസാണ്. ആ ചാൻസ് നഷ്ടപ്പെടുത്തിയാൽ ഒന്നുകിൽ മറ്റൊരാൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ അയാൾക്ക് ഒരിക്കലും ലഭിക്കാതെ പോകും. അപ്പോൾ ദാഹിച്ചു വലഞ്ഞ ആ നായയെ അദ്ദേഹം കാണുന്നു, ആ നായക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫശക്കറല്ലാഹു ലഹു ഫഅദ്ഖലഹുൽ ജന്ന. ആ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് അള്ളാഹു ആ വ്യക്തിയോട് നന്ദി കാണിക്കുകയും നന്ദിപൂർവ്വം അത് സ്വീകരിക്കുകയും ആ വ്യക്തിയെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. നോക്കൂ, ആ ഒരൊറ്റ ചാൻസാണ്. ആ ഒരൊറ്റ ചാൻസിലൂടെ സ്വർഗത്ത് പോകാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ബൈനമാ റജുലുൻ യംശി ബിതരീഖിൻ ഇദ് വജദ ഗുസ്ന ശൗകിൻ ഫഅഖദഹു ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹ്. ഒരു വ്യക്തി വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ വഴിയിൽ ഒരു മുള്ള് കണ്ടു. അതൊരു ചാൻസാണ്. അദ്ദേഹം അത് എടുത്തു മാറ്റി. അദ്ദേഹം അത് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചാൻസ് മറ്റൊരാൾക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആർക്കും ആ ചാൻസ് ലഭിക്കാതെ പോകും. പക്ഷെ അദ്ദേഹം ആ ഒരു അവസരം കണ്ടു, ആ മുള്ളെടുത്ത് വഴിയിൽ നിന്ന് മാറ്റി. അള്ളാഹു നന്ദിപൂർവ്വം അത് സ്വീകരിച്ചു. ഫഗഫറ ലഹു, അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തു, ഒരൊറ്റ സെക്കൻഡിൻ്റെ പ്രവർത്തനം കൊണ്ട്. ഇതുപോലെയുള്ള അവസരങ്ങൾ ധാരാളമായി അള്ളാഹു നൽകും. എല്ലാ ദിവസങ്ങളിലും അങ്ങനത്തെ അവസരങ്ങളുണ്ട്, എല്ലാ രാത്രികളിലും അങ്ങനത്തെ അവസരങ്ങളുണ്ട്, ആഴ്ചകളിൽ അവസരങ്ങളുണ്ട്, വർഷത്തിൽ അവസരങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ശഅബാൻ മാസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം ശഅബാനിലെ 30 ദിവസവും നോമ്പ് നോറ്റു എന്ന് തോന്നുമാറ് 1-2 നോമ്പുകൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത്രയും അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് നോറ്റത് കണ്ടപ്പോൾ ഒരു സ്വഹാബി ചോദിക്കുകയാണ്, എന്താണ് റസൂലെ ശഅബാൻ മാസത്തിൽ ഇത്രയധികം നോമ്പ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇതൊരു ചാൻസാണ് എന്നാണ്. ദാലിക ശഹ്റുൻ യഗ്ഫുലുൻ നാസു അൻ ബൈന റജബിൻ വ റമദാൻ വഹുവ ശഹ്റുൻ തുർഫഉൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ വ അന ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിമുൻ. റജബിനും റമദാനിനും ഇടക്ക് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ. മാത്രമല്ല, ശഅബാനിൽ മനുഷ്യരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ആ മാസം മുഴുവൻ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്നു. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അമലുകൾ കയറിപ്പോകുന്നുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കയറിപ്പോകുന്നുണ്ട്.
എന്നാൽ ഒരു മാസം മുഴുവൻ രാവും പകലും ഒരുപോലെ അമലുകൾ ആകാശലോകത്തേക്ക് കയറിപ്പോകുന്ന മാസമാണ് ഷഅബാൻ മാസം. അതുകൊണ്ട് ഞാൻ അതിനെ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് ഞാൻ അനുഷ്ഠിക്കുന്നു. ഞാൻ നോമ്പുകാരനായിരിക്കെ എൻ്റെ അമൽ അള്ളാഹുവിലേക്ക് എത്തുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്. കാരണം ആ ഷഅബാൻ കഴിഞ്ഞാൽ പിന്നെ ഷഅബാൻ അല്ല. ഏതൊരു വക്തും ഇദാ ദഹബൽ വക്തു ജാഅ വക്തുൻ ആഖർ. ഒരു സമയം പോയാൽ പിന്നെ വരുന്നത് മറ്റൊരു സമയമാണ്. ഓരോ സമയത്തിനും പ്രത്യേകതയുണ്ട്, ഓരോ ദിവസത്തിനും പ്രത്യേകതയുണ്ട്, ഓരോ മാസത്തിനും പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അള്ളാഹു നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്ന അവസരങ്ങളാണത്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാണ് മഹാഭാഗ്യവാൻ. അത്തരം ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.